അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ യോഗ അധ്യക്ഷൻ സഹോദരൻ PC ബഷീർ സാഹിബ്, എനിക്ക് ശേഷം ഈ മഹത്തായ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വടകര ഏരിയ സമ്മേളനത്തിലാണ് നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ അനുഗ്രഹീതമായ സമ്മേളനം ആദ്യമായി സർവശക്തനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമി 1941 അവിഭക്ത ഭാരതത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു സവിശേഷമായ വശം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അത് ഇസ്ലാമിക ചരിത്രത്തിലെ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നതും മനുഷ്യ ചരിത്രം എന്ന് പറയുന്നതും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഈ ചരിത്രത്തിൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ 3-ാം അധ്യായം. ഈ 3-ാം അധ്യായം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 1921 തുർക്കി ആസ്ഥാനമായി ഉണ്ടായിരുന്ന ഖിലാഫത്ത് തകരുകയും 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ, യുദ്ധത്തിന്റെ കഥയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം, ആ യുദ്ധത്തിൽ 2 ചേരി ലോകത്തുണ്ടായിരുന്നു. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഒരു ചേരിയും ജർമ്മനിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ചേരിയും. ആ കാലഘട്ടത്തിന്റെ ലോക രാഷ്ട്രീയത്തിലെ സവിശേഷമായ പശ്ചാത്തലത്തിൽ അന്നുണ്ടായിരുന്ന തുർക്കി ഖിലാഫത്ത് ബ്രിട്ടന്റെ എതിർചേരിയിലാണ് ഉണ്ടായിരുന്നത്. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി പോലുള്ള ബ്രിട്ടന്റെയും റഷ്യയുടെയും എതിർചേരിയിലായിരുന്നു തുർക്കി ഉണ്ടായിരുന്നത്. ആ യുദ്ധത്തിൽ ആ ചേരിയാണ് പരാജയപ്പെട്ടത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ പരാജയത്തെ തുടർന്ന് തുർക്കി ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. 24 അന്നുണ്ടായിരുന്ന
തുർക്കി ഭരണകൂടം, നാഷണൽ അസംബ്ലി ഖിലാഫത്ത് എന്ന ആ സംവിധാനത്തെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇനി ഖിലാഫത്ത് എന്ന് പറയുന്നത് ലോകത്ത് ഉണ്ടാവുകയില്ല, അത് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രഖ്യാപനം നടക്കുന്നത് തുർക്കിയിലാണ്. അപ്പൊ ഇതിനു ശേഷമുള്ള ഈ കാലഘട്ടത്തെയാണ് ഞാൻ ചരിത്രത്തിന്റെ, ഇസ്ലാമിക ചരിത്രത്തിന്റെ 3-ാമത്തെ അധ്യായം എന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അപ്പൊ 1ഉം 2ഉം അധ്യായങ്ങൾ ചെറുതായി പറഞ്ഞെങ്കിൽ മാത്രമേ 3-ാം അധ്യായത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവൂ. 1-ാമത്തെ ആ പാർട്ട് അല്ലെങ്കിൽ അധ്യായം എന്ന് പറയുന്നത്, ഒരു ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത്, മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെയുള്ള ആ കാലഘട്ടത്തെയാണ് ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിന്റെ ഒരു ശരിയായ ഒരു രൂപത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ കൊണ്ടുപോകുവാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. 1-ാമത്തെ കാലഘട്ടം എന്താണ്? ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ അള്ളാഹുവിനാൽ നിയോഗിതരായ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. ഇതാണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പ്രവാചകന്മാരുടെ സാന്നിധ്യം, ഇത് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നുമാണ്. യാ ഖൗമി ഇദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീക്കും അംബിയാ വജഅലകും മുലൂക. നിങ്ങളിൽ അവൻ പ്രവാചകനെ നിയോഗിച്ചു, നിങ്ങൾക്ക് അവൻ രാജാക്കന്മാരെ നൽകി. വജഅലകും മുലൂക, നിങ്ങളെ അവൻ രാജാക്കന്മാരാക്കി. പ്രവാചകന്മാരെ നിയോഗിച്ച് മാത്രമല്ല. ഇത് രണ്ടും, ഈ ആയത്തിലെ 2 വശവും നിങ്ങൾ ഓർമ്മ വെക്കണം, എങ്കിലേ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ തുടർച്ച മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ പ്രവാചകന്മാരെ നിയോഗിച്ചത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായി ഇസ്രായേൽ സമുദായത്തോട് പറയുവാൻ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആൻ പറയുന്നുണ്ട്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗം ഇദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീക്കും അംബിയാ വജഅലകും മുലൂകൻ വആതാകും മാ ലം യുതി അഹദൻ മിനൽ ആലമീൻ. അപ്പോൾ പ്രവാചകന്മാരുടെ കാലഘട്ടം, വേദഗ്രന്ഥങ്ങൾ വഹയിന്റെ കാലഘട്ടം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വഹയ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടം, വേദഗ്രന്ഥങ്ങളുടെ കാലഘട്ടം. അപ്പൊ ഈ പ്രവാചകന്മാർ നേതൃത്വം നൽകിയ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രവാചകന്മാർ സമർപ്പിച്ച ആദർശം, അതിന്റെ ഉള്ളടക്കം, ഈ പ്രവാചകന്മാരെ പിൻപറ്റിയ അനുയായികളുടെ ജീവിത ദൗത്യം, ഈ രണ്ടുമാണ് മുഖ്യമായ ചർച്ചാ വിഷയം. ഞാനത് വളരെയധികം നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രവാചകന്മാർ സമർപ്പിച്ച ആദർശത്തിന്റെ ഉള്ളടക്കം, അഥവാ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം, പ്രവാചകന്മാരുടെ പ്രവർത്തനത്തിന്റെ ഉള്ളടക്കം, ഇത് രണ്ടുമാണല്ലോ നമുക്ക് പ്രമാണം എന്ന് പറയുന്നത്. ഖുർആൻ സുന്നത്ത് എന്ന് പറയുമ്പോൾ അതാണ്. അത് അതാത് കാലഘട്ടത്തിലെ വേദഗ്രന്ഥങ്ങൾ, അന്നത്തെ ഖുർആനും അതാത് പ്രവാചകന്മാരുടെ പ്രവർത്തനത്തിന്റെ ഉള്ളടക്കം അന്നത്തെ സുന്നത്തുമാണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ ആരാധനയിലെ ഫർള്, സുന്നത്ത്, മുസ്തഹബ് എന്ന അർത്ഥത്തിലല്ലല്ലോ നമ്മൾ സുന്നത്തിനെ വിശാലമായി മനസ്സിലാക്കുക. സുന്നത്ത് എന്ന് പറയുന്നത് വേദഗ്രന്ഥത്തിന്റെ പ്രയോഗവൽക്കരണത്തിൽ പ്രവാചകൻ കാണിച്ച മാതൃകയാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. വേദഗ്രന്ഥത്തിലെ തത്വങ്ങൾ അത് പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള മാതൃകാ പുരുഷന്മാരായിട്ടാണ് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല നിയോഗിച്ചത്. ലിതുബയ്യിന ലിന്നാസ്, നീ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ മനോഹരമായ മാതൃകയുണ്ട്. വമാ ആതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻ ഫന്തഹു, എന്താണോ ആ റസൂൽ നിങ്ങൾക്ക് നൽകിയത് അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ.
വമാ നഹാകും അൻ ഫന്തഹു, എന്താണോ പ്രവാചകന്മാർ വിലക്കിയത് അത് നിങ്ങൾ വർജിച്ചേ പറ്റൂ. ഇനി ഇതിനേക്കാൾ വലിയ ഒരു അതോറിറ്റി പ്രവാചകന്മാർക്ക് ലഭിക്കാനില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ സുന്നത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ കർമ്മശാസ്ത്രപരമായ ഭാഷയിൽ മനസ്സിലാക്കുന്ന ആ സുന്നത്തല്ല. അത് സുന്നത്തല്ല എന്ന അർത്ഥത്തിലല്ല, അതിൽ പരിമിതമല്ല എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾ അത് സുന്നത്തല്ല എന്ന് മനസ്സിലാക്കി പോകരുത്. അത് ആരാധനാകർമ്മത്തിലെ വിശദാംശങ്ങളിലെ സുന്നത്ത് മാത്രമാണ്. പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് ഈ വിശുദ്ധ ഖുർആൻ, അദ്ദേഹം ലോകത്ത് എങ്ങനെയാണ് ഈ ഖുർആനോട് അദ്ദേഹം പെരുമാറിയത്, ഈ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ എന്താണ് സമൂഹത്തിൽ ചെയ്തത്, ഇതാണ് യഥാർത്ഥ സുന്നത്ത് എന്ന് പറയുന്നത്. അതാണ് ഉസ്വ, മാതൃക എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് തർക്കമില്ലാത്ത എക്കാലഘട്ടത്തെയും നമ്മുടെ ഏത് തർക്കപ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള ആധികാരികമായ രേഖ. ഇവിടെ ഈ വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം പരിമിതമായിരുന്നുവോ വിശാലമായിരുന്നുവോ, ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇത് പരിമിതമായ ആധ്യാത്മിക ആരാധനാപരമായ മേഖലയിൽ പരിമിതമായിരുന്നുവോ, അതല്ല മുഴുവൻ ജീവിതത്തെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഈ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം വിശാലമായിരുന്നുവോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൽ സമർപ്പിച്ചത് ഈ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം പരിമിതമല്ല, വിശാലമാണ്. തഫ്സീലൻ ലികുല്ലി ഷൈഇൻ, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കും തഫ്സീൽ, വിശദാംശങ്ങളോടുകൂടി, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും വ്യക്തതയോടുകൂടി സമർപ്പിച്ച ഒന്നാണ് വേദഗ്രന്ഥം. അപ്പൊ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ്. അതല്ല മനുഷ്യ ജീവിതത്തിന്റെ ആധ്യാത്മിക മേഖലയെ മാത്രം ഉൾക്കൊള്ളുന്നതാണോ? ഒരു സത്യസന്ധനായ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന്, ഒരു ആദർശവാദിക്ക് പറയാൻ കഴിയുമോ കേവലം ആധ്യാത്മിക രംഗത്ത് മാത്രം പരിമിതമാണ് വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമെന്ന്? നമുക്ക് പറയാൻ കഴിയില്ല. വലിയ തർക്കം മുസ്ലിം സമൂഹത്തിൽ നടന്നു. ആ തർക്കത്തിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ നടക്കുന്നില്ല. കാരണം തർക്കമൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. മറുഭാഗത്ത് പ്രവാചകന്മാരുടെ പ്രവർത്തനപരമായ ഉള്ളടക്കം, അഥവാ പ്രവാചകന്മാരുടെ അനുയായികളുടെ പ്രവർത്തനപരമായ ഉള്ളടക്കം, അവരുടെ പ്രവർത്തനപരമായ ഉള്ളടക്കം ആധ്യാത്മിക കേന്ദ്രീകരണം മാത്രമായിരുന്നുവോ, അതല്ല ജീവിതത്തെ മുഴുവനും പരിവർത്തിപ്പിക്കുന്ന സ്വഭാവത്തിലായിരുന്നുവോ? നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തെ മുഴുവനും പരിവർത്തിപ്പിക്കുന്ന സ്വഭാവത്തിലായിരുന്നു. ആധ്യാത്മിക രംഗത്ത് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു നേതൃത്വമാണ് പ്രവാചകന്മാർ നൽകിയതെങ്കിൽ ആ കാലഘട്ടത്തിൽ ആധ്യാത്മികേതരമായ മേഖലകൾക്ക് വേണ്ടി മറ്റാദർശങ്ങളും മറ്റു നേതൃത്വങ്ങളും ആ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകപ്പെട്ട ദീനുൽ ഇസ്ലാം അല്ലാതെ, എന്നുവെച്ചാൽ എല്ലാം ദീനുൽ ഇസ്ലാമാണ്. ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാനൊരു പുതിയ ആദർശവുമായി വന്നിട്ടില്ല. മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, അദ്ദേഹം ശുദ്ധനായ ആദർശവാദിയായ മുസ്ലിമായിരുന്നു എന്ന കാഴ്ചപ്പാടിൽ ഈ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ആദർശം ഈ കാലഘട്ടത്തിൽ ഒരിക്കലും മുസ്ലിം സമൂഹത്തിൽ എവിടെയും സ്വീകരിക്കേണ്ടായിട്ടില്ല. എന്തേ അന്ന് ആരും പുതിയ ആദർശങ്ങൾ സമർപ്പിക്കാത്തത് കൊണ്ടാണോ എന്ന് വേണമെങ്കിൽ ഒരു താർക്കികന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിൽ വേറെ ആദർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ശരിയല്ല. വാദത്തിനെ സംബന്ധിച്ചാൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ പ്രവാചകന്മാരെ അവഗണിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ അനുയായികൾ ആ ആദർശത്തിന്റെ പുറകെ പോകുമായിരുന്നുവോ? അവിടെ നമ്മൾ ഇസ്ലാമിനെ മാറ്റിവെക്കുക, അല്ലെങ്കിൽ അവിടെ ഇസ്ലാം ഒന്നും പറയുന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കും. ഒന്നുകിൽ അവിടെ ഇസ്ലാം മൗനമാണ്, അല്ലെങ്കിൽ ഇസ്ലാം അപ്രസക്തമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു നിലപാട് ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാനുയായികൾ സ്വീകരിക്കുമായിരുന്നോ? അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ മറ്റൊരാദർശം പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ഉണ്ടായിരുന്നില്ല.
ഇത് മാത്രമാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. പ്രവാചകന്മാർ മാത്രമായിരുന്നവരുടെ നേതാക്കന്മാർ. വേറെ ഒരു നേതൃത്വവും ജീവിതത്തിൽ എവിടെയും അവർക്കുണ്ടായിരുന്നില്ല. എവിടെയും ഉണ്ടായിരുന്നില്ല. രണ്ട് നേതൃത്വം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എവിടെയും ഉണ്ടായിരുന്നില്ല. ഇരട്ട ആദർശം, ഇരട്ട നേതൃത്വം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ചരിത്രത്തിൽ എവിടെയും പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. രണ്ട് പ്രവാചകന്മാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും നേതൃപരമായ അധികാരം ഒരു പ്രവാചകനായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമും മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നേതൃത്വം മൂസാ നബി അലൈഹി ഇസ്ലാമയ്ക്കായിരുന്നു. വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വളരെ കൃത്യമാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. പക്ഷെ അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇനി ഈ മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്വം, അവർ എന്ത് ദൗത്യമാണ് നിർവഹിച്ചത്? ആധ്യാത്മിക രംഗത്തുള്ള വേദഗ്രന്ഥത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കൽ മാത്രമായിരുന്നു അവരുടെ ദൗത്യം. അതല്ല, ജീവിതത്തെ മൊത്തം പരിവർത്തിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ ഭരണമടക്കമുള്ള നിയന്ത്രണങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണോ അവർ അവരുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചത്? നമ്മൾ പരിശോധിച്ച് നോക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ജീവിതത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് പ്രവാചകന്മാരെ അനുയായികൾ സ്വീകരിച്ചത്. ഈ പ്രവർത്തന ശൈലി, ആദർശം എന്ന് പറയുന്നത് വ്യക്തി മുതൽ രാഷ്ട്രം വരെ, വ്യക്തിയാകട്ടെ, സമൂഹമാകട്ടെ, രാഷ്ട്രമാകട്ടെ, ഇതാണല്ലോ സമൂഹത്തിലെ 3 യൂണിറ്റ്. ഈ 3നെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഉള്ളടക്കമുള്ളതും ഈ 3നെയും നിയന്ത്രിക്കുവാനും പരിവർത്തിപ്പിക്കുവാനും കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനവുമാണ് പ്രവാചകന്മാർ കാഴ്ചവെച്ചത്. ചില പ്രവാചകന്മാർക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞു, ചിലർക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. വിജയിക്കലും വിജയിക്കാതിരിക്കലും വിഷയമല്ല ഇവിടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാത്മാവിനോടും ആത്മാവിന് കഴിയാത്ത അല്ലാഹു തആല പറയുന്നില്ല. അപ്പൊ ഒരു പ്രവർത്തനം, ഒരു ലക്ഷ്യം മുമ്പിൽ വെക്കുന്നതും ആ ലക്ഷ്യം വിജയിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ്. ലക്ഷ്യം വെക്കാൻ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചു, നമ്മളത് ലക്ഷ്യം വെക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. വിജയിക്കണോ വേണ്ടയോ എന്ന് അല്ലാഹു തആല തീരുമാനിക്കുന്നു. അവൻ തീരുമാനിച്ചാൽ വിജയിക്കും, അവൻ തീരുമാനിച്ചില്ലെങ്കിൽ വിജയിക്കില്ല. ആ പ്രവാചകന്മാർ അങ്ങനെയാണ് പരിശ്രമിച്ചത്. അവരിതാണ് ലക്ഷ്യം വെച്ചത്. ആ ചില പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിൽ അവർ വിജയിച്ചു. അവർ ഭരണമടക്കം ഏറ്റെടുത്തു. നമുക്കറിയാമല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജഅല ഫീകും അംബിയാ വജഅലകും മുലൂക. അതിൽ ഭരണമടക്കം ഏറ്റെടുത്ത പല പ്രവാചകന്മാരും അല്ലാഹു തആല ലോകത്ത് രാജാക്കന്മാരായിട്ട് നിയോഗിച്ചു. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്. അല്ലയോ ദാവൂദ്, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്. നീ ജനങ്ങളിൽ സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതി നിർവഹണം നടത്തുക, ഭരണ നിർവഹണം നടത്തുക. അങ്ങനെ എത്തിപ്പെട്ട പ്രവാചകന്മാരുണ്ട്, എത്തിപ്പെടാത്ത പ്രവാചകന്മാരുണ്ട്. ഈ എത്തിപ്പെടാത്ത പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പരാജയമല്ല. എത്തിപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിജയമായിട്ടുമല്ല മനസ്സിലാക്കേണ്ടത്. പരാജയവും വിജയവും ഒക്കെ പരിശ്രമത്തിലാണ്. എന്നിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തിൽ വിജയശ്രീലാളനാണ്. അതിന്റെ ഫലം ഈ ലോകത്ത് കാണിച്ചു തരേണ്ട അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്. അവർ നിരന്തരമായി ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തു. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. എവിടം വരെയും അവർക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റിയോ അവിടം വരെയും അവർ ആ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ തന്നെ പരിവർത്തിപ്പിച്ചു. അങ്ങേയറ്റം വരെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞവർ അങ്ങേയറ്റം വരെ പരിവർത്തിപ്പിച്ചു. അങ്ങേയറ്റം വരെ എത്താൻ കഴിയാത്തവർ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവര് അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് യാത്രയായി. ഇത് വളരെ സിമ്പിളാണ് കാര്യം. ഇതാണ് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം. ഇതിൽ വലിയ സങ്കീർണതകൾ ഒന്നും തന്നെയില്ല. അപ്പൊ ഇത് പ്രവാചകന്മാരുടെ കാലഘട്ടം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. എല്ലാ കാലഘട്ടത്തിലും ഈ ദീനുൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തെ മുഴുവനും പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിശ്വാസികൾ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൽ ചിലർക്ക് അല്ലാഹു തആല സമ്പൂർണ്ണ വിജയം നൽകി, അല്ലാഹു തആല അനുഗ്രഹിച്ചു. ചിലർക്ക് അല്ലാഹു തആല ഭാഗികമായ വിജയം നൽകി. ചിലർക്ക് അല്ലാഹു തആല നാമമാത്രമായ പരിവർത്തനം ഉണ്ടാക്കുവാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇതൊന്നും അവരുടെ വിജയമോ പരാജയമോ അല്ല. അപ്പൊ ഈ രൂപത്തിൽ പ്രവാചകന്മാരുടെ കാലഘട്ടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് കടന്നു വന്ന കാലഘട്ടം ചരിത്രത്തിന്റെ രണ്ടാമത്തെ അധ്യായമാണ്. ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയത് ഖലീഫമാരാണ്. ഖിലാഫത്താണ് നേതൃത്വം നൽകിയ ഖലീഫമാർ. വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. 1300 വർഷത്തോളം ഇസ്ലാമിക സമൂഹത്തിന് ഖിലാഫത്ത് നേതൃത്വം നൽകി.
ഇസ്ലാമിന്റെ ലക്ഷ്യം കേവലം ആത്മീയമായ പരിവർത്തനമായിരുന്നുവെങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയിൽ നിന്ന് മദീനയിൽ പോയി ഖിലാഫത്ത് സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അപ്പൊ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മനോഹരമായ മാതൃക കാണിച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തോട് ചില സന്ദർഭങ്ങളിൽ വിമർശന സ്വഭാവത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളവരും നിർബന്ധിതാവസ്ഥയിൽ അവർ പറയേണ്ടി വന്നു, പ്രവാചകൻ മദീനയിൽ ഒരു രാഷ്ട്രത്തലവനായില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ മാതൃക പൂർണ്ണമാകുമായിരുന്നില്ല. പ്രവാചകൻ പൂർണ്ണ മാതൃകയാണ് എന്ന് എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കും അദ്ദേഹം മാതൃകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരു ഭരണാധികാരിക്ക് പ്രവാചകൻ എങ്ങനെയാണ് മാതൃകയാവുക? മഹാനായ ഈസാ നബി അലൈഹി സ്വലാമയിൽ ഒരു ഭരണാധികാരിക്ക് മാതൃകയുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയിൽ ഒരു ഭരണാധികാരിക്ക് മാതൃകയുണ്ടോ? ഒരു പട്ടാള മേധാവിക്ക് മാതൃകയുണ്ടോ? ഇതൊന്നും അവരുടെ കുഴപ്പമല്ല. അവസാനത്തെ പ്രവാചകൻ എന്ന നിലയ്ക്ക് പ്രവാചകത്വ പരമ്പര അവസാനിക്കുമ്പോൾ ആ അവസാനത്തെ പ്രവാചകൻ ലോകാവസാനം വരെ മാതൃകയാകണമെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹം മാതൃകയായിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്റെ മാതൃക ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥലവും ജീവിതത്തിലില്ല. നിങ്ങൾ ഒരു പരമദരിദ്രനാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ദരിദ്രന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ മാതൃകയുണ്ടോ? പ്രവാചകനേക്കാൾ വലിയ ദരിദ്ര ജീവിതത്തിന്റെ മാതൃക ലോകത്ത് സമർപ്പിച്ച വ്യക്തി ആരുണ്ട്? നിങ്ങളൊരു സമ്പന്നനാണ് എന്ന് സങ്കല്പിക്കുക. പ്രവാചകന്റെ ജീവിതത്തിൽ സമ്പന്നന് മാതൃകയുണ്ടോ? പ്രവാചകന്റെ മുമ്പിൽ കുമിഞ്ഞുകൂടിയ, അത്രയും സ്വത്ത് കുമിഞ്ഞുകൂടിയ വലിയ ഒരു മഹാസമ്പന്നന്റെ റോളിലേക്ക് വളർന്നു വന്ന ഒരു പ്രവാചകനോളം സമ്പന്നനായ വേറൊരു വ്യക്തി ആരുണ്ട്? ഏറ്റവും വലിയ ഒരു സമ്പന്നനും പ്രവാചകനിൽ മാതൃകയുണ്ട്. കാരണം പ്രവാചകൻ ചരിത്രത്തിൽ വലിയ സമ്പത്ത് കൈകാര്യം ചെയ്ത രൂപത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. പരമദരിദ്രനായ ഒരു വ്യക്തിക്കും പ്രവാചകനിൽ മാതൃകയുണ്ട്. അങ്ങേയറ്റം ദാരിദ്ര്യത്തിലും പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു പിതാവാണോ? പിതാവിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു സഹോദരനാണെങ്കിൽ സഹോദരന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ ഭർത്താവിന് പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ എണ്ണി പറഞ്ഞാൽ അതൊരു പ്രവാചക മദ്ഹൂർ റസൂൽ പ്രഭാഷണമായി മാറും. അതിന് നിങ്ങൾ ധാരാളമായി കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ പല പേരുകളിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. മദ്ഹൂർ റസൂലായും ഹുബ്ബുർ റസൂലായും ഇഷ്കുർ റസൂലായും മീലാദുർ റസൂലായും റസൂലിനോട് ചേർത്ത് ഏതെല്ലാം പദങ്ങളുണ്ടോ ആ പദങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇനി ഒരു മാസക്കാലം നാടുനീളെ കേൾക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ ഒരു ഭരണാധികാരി ആയതുകൊണ്ടാണ് ഭരണത്തിൽ അദ്ദേഹത്തിന് മാതൃകയുണ്ടായത്. അതുകൊണ്ടാണ് പ്രവാചകൻ സമ്പൂർണ്ണ മാതൃകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്ന് സ്വന്തം പാഠപുസ്തകത്തിൽ എഴുതി കുട്ടികളെ പഠിപ്പിച്ചത് കേരളത്തിലെ സലഫി പ്രസ്ഥാനമാണ്. ഞാൻ അവരുമായിട്ട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അവരുമായിട്ടുള്ള വാദപ്രതിവാദത്തിന് വേണ്ടി പറഞ്ഞതുമല്ല. അപ്പൊ പ്രവാചകൻ ആ രൂപത്തിൽ മാതൃക കാണിച്ചുകൊണ്ട് ലോകത്ത് ഖിലാഫത്ത് സ്ഥാപിച്ചു. ഖിലാഫത്തിൽ തലപ്പത്ത് ഖലീഫയുണ്ട്. ഈ ഖലീഫ എന്ന് പറയുന്നത് ആധ്യാത്മികമായ ഖലീഫയാണോ? നമ്മുടെ മീർസാ ഗുലാമിന്റെ ഖിലാഫത്ത് മാതിരി മീർസാ ഗുലാമിന് ഖലീഫയുണ്ട്. ഇപ്പോൾ ഖലീഫ താഹിർ മഹ്മൂദ്, ലോകത്ത് ഖാദിയാനി ഖലീഫ താഹിർ മഹ്മൂദ്. ലോകത്ത് ആരെങ്കിലും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു നോക്കാറുണ്ടോ? എന്ത് ഖലീഫ? എവിടത്തെ ഖലീഫ? ആരുടെ മേൽ ഖലീഫ? എന്ത് ഖിലാഫത്ത്? ആ ജാതി അത്തരമൊരു ഖലീഫയാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്തരമൊരു ഖലീഫയായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തരമൊരു ഖലീഫയായിരുന്നോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അത്തരമൊരു ഖലീഫയായിരുന്നോ? സലാഹുദ്ദീൻ അയ്യൂബി അത്തരമൊരു ഖലീഫയായിരുന്നുവോ? മഹാനായ ഹാറൂൻ റഷീദ്? സുഹൃത്തുക്കളെ, നീട്ടിപ്പരത്തി പറയാൻ സമയമില്ല, വളരെ കുറഞ്ഞ സമയം മുമ്പിലുള്ളൂ. അപ്പൊ ഖിലാഫത്തിന്റെ കാലഘട്ടമാണ് രണ്ടാമത്തെ കാലഘട്ടം. ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അല്ലാത്ത ഒരു ആദർശം ചരിത്രത്തിൽ എവിടെയും അവർ ഉയർത്തിപ്പിടിച്ചിട്ടില്ല. ഇസ്ലാം അല്ലാത്ത ഒരു ആദർശം ചരിത്രത്തിൽ എവിടെയും മുസ്ലിം സമൂഹം ഉയർത്തിപ്പിടിച്ചിട്ടില്ല. ഇസ്ലാമിക ഭരണ നേതൃത്വമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ നീണ്ട കാലഘട്ടത്തോളം ഖലീഫമാർ ഭരണം നടത്തിയത് ഇസ്ലാമിക വിധിപ്രകാരമാണ്. നേരത്തെ പറഞ്ഞ രൂപത്തിൽ ജഅലഫീകും അംബിയാ വജഅലകും മുലൂക, ആ രാജാക്കന്മാർ ഭരണം നടത്തിയത് ഏത് വിധിപ്രകാരമാണ്? ഈ ഖിലാഫത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ ഭരണ ഉള്ളടക്കമുള്ളതാണ്, കേവലം ആത്മീയ ഉള്ളടക്കം മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് ലോക മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത് പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ലോകത്തെ എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടോ, എന്തൊക്കെ നേട്ടം നേടുവാൻ ലോക മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ, ഏതെല്ലാം തിന്മകളെ ചെറുക്കുവാൻ
ലോകത്തിലെ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ ഖിലാഫത്തിന്റെ പിൻബലത്തിലാണ് അവർ ചെറുത്തത്. പിന്നീടുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയായിരുന്നു കൊളോണിയലിസം. ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും സാമ്രാജ്യത്വമായിരുന്നു ചരിത്രത്തിലെ മനുഷ്യരാശിയോട് നിർവഹിക്കപ്പെട്ട ഏറ്റവും കൊടിയ അനീതിയും വഞ്ചനയും മർദ്ദനവും. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഗ്രേറ്റ് ആകുക? എങ്കിൽ ജോർജ് ബുഷ് ദി ഗ്രേറ്റ് എന്ന് പറയേണ്ടതല്ലേ? എങ്കിൽ ബ്രഷ്നേവ് ദി ഗ്രേറ്റ് എന്ന് പറയേണ്ടതല്ലേ? അലക്സാണ്ടർ മാത്രം എങ്ങനെയാണ് ഗ്രേറ്റ് ആകുക? ഗ്രീക്കുകാരനെ അലക്സാണ്ടർ എന്തിനാണ് ഈ മധ്യപൗരസ്ത്യ ദേശത്തേക്ക് മധ്യധരണ്യാഴി കടന്ന് പട്ടാളത്തെ അയച്ച് ഈ പ്രദേശം കീഴ്പ്പെടുത്തി കൊളോണിയലിസത്തിന് ശിലാസ്ഥാപനം നടത്തിയത്? അതിനുശേഷം റോമാക്കാരനായ സീസർ എന്തിനാണ് ഈ മധ്യപൗരസ്ത്യ ദേശത്തേക്ക് സിറിയയിലേക്കും ഇറാഖിലേക്കും ഈ ഈജിപ്തിലേക്കും ലബനാനിലേക്കും എന്തിനാണ് സീസർ കടന്നു വന്നത്? ആരാണ് ഈ സീസറിന്റെ ഈ പടയോട്ടം അവസാനിപ്പിച്ചത്? ആരാണ് പേർഷ്യൻ ചക്രവർത്തിമാരുടെ ഈ പടയോട്ടം അവസാനിപ്പിച്ചത്? ആരാണ് ലോകത്തെ കൊളോണിയലിസത്തിൽ നിന്ന് മോചിപ്പിച്ചത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കൊളോണിയലിസമാകുന്ന ഈ അധിനിവേശ ശക്തികളെ ഖുദ്സിന്റെ ഭൂമിയിൽ നിന്ന് വരെയും അടിച്ചു പുറത്താക്കിക്കൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇസ്ലാമിന്റെ കേവല ആത്മീയതയാണോ? അതല്ല ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഭരണപരമായ ഉള്ളടക്കമുള്ള ഖിലാഫത്ത് എന്ന് പറയുന്ന അജയ്യമായ ശക്തിയായിരുന്നുവോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. ഖിലാഫത്താണ്. ആ ഖിലാഫത്തിന്റെ വില മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും കൊളോണിയലിസ്റ്റുകൾ, പാശ്ചാത്യർ അതിന്റെ വില തിരിച്ചറിഞ്ഞു. അവർ മനസ്സിലാക്കി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവരുടെ ശക്തിയുടെ കേന്ദ്രം, ഇതാണ് അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്, ഇതാണ് അജയ്യമായി അവർ പിടിച്ചു നിൽക്കാൻ കാരണം. നമ്മൾ നിരന്തരമായി നമ്മുടെ സംയുക്ത സൈന്യം പോലും പരാജയപ്പെട്ടു പോകുന്നത് ഈ ഖിലാഫത്തിന്റെ ഈ ശക്തിയോടാണ്. എന്തായിരുന്നു ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഉള്ളടക്കം? രണ്ടുള്ളടക്കമാണ് അതിനുള്ളത്. ഒന്ന് ഷൂറ സംവിധാനം, മറ്റൊന്ന് ഹാക്കിമിയത്ത്. ഒന്ന് ഹാക്കിമിയത്ത്. ഹാക്കിമിയത്ത് എന്ന് വെച്ചാൽ നിയമനിർമ്മാണത്തിലും നീതി നിർവഹണത്തിലും ദൈവികമായ അള്ളാഹുവിന്റെ താല്പര്യം പരിഗണിക്കുക, ഇസ്ലാമിന്റെ ആദർശപരമായ താല്പര്യം പരിഗണിക്കുക. നിയമനിർമ്മാണത്തിലും നീതി നിർവഹണത്തിലും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ലെജിസ്ലേച്ചറിലും ജുഡീഷ്യറിയിലും, നിയമനിർമ്മാണത്തിലും നിയമനിർവഹണത്തിലും ദൈവികമായ താല്പര്യം പരിഗണിക്കുക. ഭരണകൂടത്തിന്റെ രൂപീകരണത്തിലും ഭരണ നടത്തിപ്പിലും ജനങ്ങളുടെ താല്പര്യം പരിഗണിക്കുക. അതിനെയാണ് ഷൂറ എന്ന് പറയുന്നത്. ഭരണകൂടം രൂപീകരിക്കപ്പെടേണ്ടത് ഷൂറയിൽ നിന്നുമാണ്, കൂടിയാലോചിച്ചുകൊണ്ടാണ്. ഭരണ നിർവഹണം നടത്തപ്പെടേണ്ടത് കൂടിയാലോചിച്ചുകൊണ്ടാണ്. അപ്പൊ ഷൂറ, ഹാക്കിമിയത്ത്, ഇത് രണ്ടും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ രണ്ടിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഖിലാഫത്താണ് ലോകത്തുണ്ടായിരുന്നത്. അതിൽ ആദ്യമായി യസീദ് അധികാരത്തിൽ വന്നതോടുകൂടി ഷൂറ ദുർബലമായി. അത് വേറൊരു ചരിത്രമാണ്. വംശീയ വാഴ്ച അധികാരത്തിൽ വന്നു. പക്ഷേ ഹാക്കിമിയത്ത് അപ്പോഴും നിലനിൽക്കുകയായിരുന്നു. ഹാക്കിമിയത്ത് എന്ന് വെച്ചാൽ ഷൂറ ദുർബലമായപ്പോഴും ആ ഭരണകൂടങ്ങൾ അതിന്റെ മാർഗ ദർശനമായി, വെളിച്ചമായി അവർ കണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പോയി യസീദ് അധികാരത്തിൽ വന്നതോടുകൂടി യസീദ് വേറെ ഏതെങ്കിലും ഒരു ആദർശം അവിടെ നടപ്പാക്കിയില്ല. ഖുർആന്റെയും സുന്നത്തിന്റെയും അപ്രമാദിത്വം അദ്ദേഹം നിരാകരിച്ചില്ല. അമവികൾ പോയി അബ്ബാസികൾ വന്നപ്പോഴും ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിയമനിർമ്മാണത്തിലെ അപ്രമാദിത്വം അവർ നിരാകരിച്ചില്ല. പക്ഷെ ഷൂറ നഷ്ടപ്പെട്ടതോടുകൂടി അതിന്റെ ഉള്ളിൽ ആഭ്യന്തരമായ ശൈഥില്യം ഉടലെടുത്തു. വംശീയ വാഴ്ച രംഗത്ത് വന്നു. പ്രവാചകന്റെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ഖിലാഫത്തു റാഷിദയ്ക്ക് ശേഷം രാജാക്കന്മാർ ഭരണത്തിൽ വരും. രാജാക്കന്മാരുടെ ഭരണത്തിന് ശേഷം സ്വേച്ഛാധിപതികളായ ക്രൂരന്മാരായ ആളുകൾ ഭരണത്തിൽ വരും. അത് കഴിഞ്ഞ് വീണ്ടും ആ പ്രവാചകന്മാരുടെ മാർഗത്തിൽ ഭരണം നടത്തുന്ന ഖിലാഫത്ത് തിരിച്ചു വരും. ഈ വംശീയ വാഴ്ച വന്നു. മുസ്ലിം ലോകം ഭരണപരമായി മതപരമായി ഏകീകരിക്കപ്പെട്ടു നിൽക്കുമ്പോഴും വംശീയമായി അവർ ഉള്ളിൽ ശിഥിലമായി. ഈ ശൈഥില്യം ക്രമേണ ഭരണപരമായ ശൈഥില്യത്തിലേക്കും എത്തി. പക്ഷേ ഈ 1300 വർഷത്തോളം ഇസ്ലാമിക ലോകത്ത് ഖിലാഫത്ത് ഉണ്ടായിരുന്നു, ഖലീഫയുണ്ടായിരുന്നു.